Hi guys, good morning and welcome to our last vlog from this travel series. അങ്ങനെ നമ്മൾ ഇപ്പം ഹനോയ് എയർപോർട്ടിലാണ്, ഡൊമസ്റ്റിക് എയർപോർട്ടിൽ. ഇവിടെ നിന്ന് ഹോച്ചിമിനിലേക്ക് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കുവാണ്. സോ ഏകദേശം എനിക്കൊന്ന് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ ഒരു 22,000 റുപ്പീസാണ് വന്നത് വൺ സൈഡ്. ഹോച്ചിമിൻ ടു ഹനോയ് ടു ഹോച്ചിമിൻ വിയറ്റ് ജെറ്റ് എടുത്തിരിക്കുന്നത് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. ഞാൻ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്തത്, കാരണം നമുക്ക് പിന്നെ ഹനോയ് ഹോച്ചിമിനിലെത്തി ഒരു ഫുൾ ഡേ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ട് നാളെ ആയിരിക്കും ചെക്ക് ഔട്ട്. സോ ഞാൻ ഓൾറെഡി പോയതാണ്, പക്ഷെ അവിടുത്തെ കുറച്ച് എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങൾ, കഫേ അപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ഒരു ഡിസ്ട്രിക്ട് 1 സ്ട്രീറ്റ്, ആ ഒരു സംഭവങ്ങളൊക്കെ പ്രിയനെ കാണിക്കണം എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് നേരെ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് ഹോച്ചിമിനിലേക്ക് പോവാണ്. ഫൈനൽ ഡേ, ഫൈനൽ പ്ലേസിലേക്ക് പോയി ഒരു ഫൈനൽ കറക്കം കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫുൾ ട്രിപ്പ്? ഏറ്റവും ഭാഗ്യം എർത്ത് ക്വേക്കിന്ന് രക്ഷപ്പെട്ടല്ലേ, ഇങ്ങനെ ഇട്ടിട്ട് അവിടെ കുലുക്കി. അതെ, കുലുക്കി. ഹലോ ഹലോ, വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? എന്നെ കഴിക്കാനൊന്നും പറ്റില്ല. ഡൊമസ്റ്റിക് എയർപോർട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫുഡൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കൗണ്ടേഴ്സ് ഉണ്ട്. ഒബ്വിയസ്ലി ഡ്യൂട്ടി ഫ്രീ ഇല്ല ഡൊമസ്റ്റിക് ആയതുകൊണ്ട്, പക്ഷേ ഇരിക്കാൻ ഇഷ്ടമാതിരി സ്ഥലമുണ്ട്. നമുക്കൊരു 1.5 മണിക്കൂർ മുമ്പ് ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയാൽ മതി. വലിയ റഷ് ഒന്നും ഇല്ല ഡൊമസ്റ്റിക്കിൽ. ഒരു നല്ല എയർപോർട്ടാണ്. ഡോണറ്റ് കിട്ടിയാ? ചൂടെടുക്കുന്നോ? ഞാൻ അതാ പറഞ്ഞ ജാക്കറ്റ് ഇടണ്ടാന്ന്. ബാ, വേദു ഞങ്ങള് ഹോച്ചിമിനിൽ ലാൻഡ് ചെയ്തേ. വേദു ലാൻഡ് ചെയ്ത ഉടനെ അവന്റെ ആദ്യത്തെ ടെൻഷൻ അവന്റെ പ്രാം കൂടെ ഉണ്ടതാ. അത് എവിടെയെങ്കിലും അത് ഫ്ലൈറ്റിനൊക്കെ മുമ്പിൽ നമ്മൾ ഗേറ്റിലൊക്കെ ബോർഡിങ്ങിന് മുമ്പ് വെച്ചിട്ട് പോയാ ഒരു ഭയങ്കര ടെൻഷനാ. ബാ, പ്രാം കിട്ടി. ഇനി അവനൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ബാ പോവാ. ഹോച്ചിമിനിൽ ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഒരു ഫീലാണ്. ഞാനും എന്തൊക്കെ കഴിഞ്ഞ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഇവിടെ തിരിച്ചു വരുന്ന വഴിക്ക് കോഫിയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തത്. നേരത്തെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല. ഭയങ്കര ക്രൗഡഡാണ് എയർപോർട്ട്. വിയറ്റ്നാമിലെ ചൂട്. ഇത് ഞങ്ങൾ വന്നത് മേലാ, ഇതിപ്പോ ഏപ്രിലിലായുള്ളൂ. ജെഫ്രിന് ഞാനും അത് വേർപ്പ് ക്ഷീണിച്ച്, അത് നട്ടുച്ചയ്ക്ക് രാവിലെ 10 മണി തൊട്ട് 2 മണി 3 മണി വരെ കണ്ടിന്യൂസ് നടത്തും. മറ്റേ നമ്മളെ നാട്ടിലത്തെ റോഡ് പണിയും കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നവരുടെ അധ്വാനം അപ്പളാ മനസ്സിലാവുന്നത്. നമുക്ക് ക്യാമറ പിടിച്ച് നടന്നാൽ മതി, എന്നാലും നമുക്ക് അതുപോലും പറ്റില്ല. അപ്പൊ അവരുടെ പണിയുടെ ഒന്ന് ഇന്റൻസിറ്റി ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കട്ട് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയെ. അതെ, നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഹോട്ടലിലാണ് താമസിക്കാൻ പോകുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും? വേറെ ഒരു രാജ്യത്തും എനിക്ക് തോന്നുന്നില്ല നമുക്ക് താമസിക്കാൻ പറ്റുന്നത്. നമുക്ക് 3 പേർക്കും കൂടെ താമസിക്കാൻ പറ്റുന്നത്. ഒരു ഭയങ്കര സംഭവം, അതും പറയില്ല. ഇവിടെ ഞാനും എന്തൊക്കെ വന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അവിടം വരെ നടക്കാനുള്ള എന്ത് ചൂടാന്നറിയോ, ഭയങ്കര പാടാ. ഇതിന്റെ ബാക്കിൽ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. അയ്യോ, ഫുൾ മെമ്മറീസ്. ഇതൊന്നും ജെഫ്രിനെ ഒന്നും കൂടെ ഒന്ന് മെമ്മറി പുതുക്കാൻ സമയം പ്രിയ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്മറി ഭയങ്കര മിസ്സിങ്. ഉറപ്പായിട്ട് അവര് വീഡിയോ കാണുമ്പോ തോന്നും ഭയങ്കര മിസ്സിങ് അവരെ, അന്തോനും ജെഫ്രിനെയും. ഞാൻ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫുഡ് കോർട്ട് പോലെ പറയാ, സ്ട്രീറ്റ് ഫുഡ് എല്ലാം കിട്ടുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോക്ക് റിബ്സ് ഒക്കെ കഴിച്ചു. ഓ, ഞങ്ങളുടെ ഒക്കെ ഒരു വൈബാണ്, വൈബ്. സോ വെൽക്കം ടു മൈ സ്പെഷ്യൽ സെലക്ഷൻ ഓഫ് ഹോട്ടൽ. ഡിസ്ട്രിക്ട് 1 എന്ന് പറഞ്ഞ മെയിൻ ഏരിയയിലാണ്. കഴിഞ്ഞാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ താമസിച്ചില്ല, മിസ്റ്റേക്ക് ആയിപ്പോയി. അവിടെയാണ്. ഇവിടെ തൊട്ടടുത്താണ് ഷോപ്പിംഗ് ഫുഡ് എല്ലാം. തൊട്ട് ഓപ്പോസിറ്റ് സ്പായും ഉണ്ട്, ഈ തൊട്ട സൈഡിൽ ഫുഡ് മസാജും ഉണ്ട്. ഇതൊന്നും അല്ലാതെ ഹോട്ടൽ കണ്ടിട്ട് ഒന്നും ഐഡിയയും കിട്ടുന്നുണ്ടോ എന്താ സംഭവം? നമ്മുടെ ഹോട്ടലിന്റെ പേര് ഡാസി സിഗ്നേച്ചർ എന്നാണ്. എന്താ സംഭവം അകത്ത് കയറി പറയാം. അതെ പ്രിയ, ഇവിടെ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സാൻഡ്വിച്ച് നമ്മുടെ റൂമിൽ സെർവ് ചെയ്യും. അതല്ലാതെ രാത്രി 9 മണി തൊട്ട് 12 മണി വരെ ബീഫ് നൂഡിൽസും കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി. എന്നാൽ എന്ത് ഹോട്ടലാന്ന് നിങ്ങൾ തമ്മിൽ കൂടെ ഗസ് ചെയ്ത് കാണും. പ്രിയക്ക് ഇപ്പോഴും അറിയില്ല. പപ്പ, ഈ മാസം ഡിറ്റർജന്റ് കൊണ്ട് സേവ് ചെയ്ത കാശ് എനിക്കുള്ള പോക്കറ്റ് മണി ആണ്. ഓരോ അലക്കും ഇനി അനായാസം സ്കോട്ട് പവർ ലിക്വിഡ് ഡിറ്റർജന്റ് വെറും 200.
അവര് ആദ്യമേ ഈ റൂമാ തന്നെ, പക്ഷെ ബുക്ക് ചെയ്ത് ഈ റൂം അല്ല. പക്ഷെ ഈ റൂം ഒന്ന് കണ്ടിട്ട് പോവാം. തീംസ് ആണ്, ഓരോ റൂമിന് ഓരോ തീമാണ്. ഇത് ചൈനീസ് തീമാ. സോ കേറി വരുമ്പോ തന്നെ വുഡൻ ഫ്ലോറിങ്, ചൈനീസ് രീതിയിൽ താഴെ ഇരുന്ന്, ജാപ്പനീസ് രീതിയിൽ താഴെ ഇരുന്ന് കഴിക്കുന്ന ഒരു സംഭവം. മൂണാണിത് ആൻഡ് ഫുൾ റെഡ് ആണ്. ഇത് സോന റൂം. ഇത് സോനയാണ്. റൂമിന്റെ അകത്ത് സോന. ഇനി അത് ടബ്, ബാത്റൂമിന്റെ വെളിയില് ടബ്. ഓക്കെ, കുളിക്കണം. ആൻഡ് യു ഹാവ് എ ഹ്യൂജ് ബാത്റൂം ഹിയർ. ഓക്കെ, ഒരു ഹ്യൂജ് ബാത്റൂം ആൻഡ് ഇവിടെ ഒരു ബെഡ്റൂം, ഒരു ബെഡ്. ഇതാണ് സംഭവം. ഇത് ഫുൾ ചൈനീസ് സംഭവം. പക്ഷേ ഇത് എന്ത് ഹോട്ടലാന്ന് മനസ്സിലായ? ദിസ് ഇസ് കോൾഡ് ലവ് ഹോട്ടൽ. പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? സാധാരണ കുട്ടികൾക്ക് ലവ് ഹോട്ടലിൽ താമസിക്കാൻ സമ്മതിക്കില്ല. ഇത് ഫാമിലി ലവ് ഹോട്ടലാ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ഇവിടെ ഒരു കുഴപ്പമില്ല. അതേപോലെ ലോകത്ത് അടിപൊളിയല്ലേ? പക്ഷെ നമ്മുടെ റൂം ഇന്നും കാട്ടി അടിപൊളിയാ. അതാണ് ബാക്കിൽ ഇത് കണ്ട ഒരു ലവ് സിമ്പിൾ ഒക്കെ വെച്ചിരിക്കുന്നത്. സോ വെൽക്കം ടു അവർ ഫസ്റ്റ് സ്റ്റേ ഇൻ ലവ് ഹോട്ടൽ. ഞങ്ങളുടെ റൂം 301. Hi guys, welcome to Darcy Signature Ho Chi Minh. Welcome to ഓക്കെ, ഇത് പേർഷ്യൻ തീമാ. മറ്റേത് ചൈനീസ് ആണെങ്കിൽ ഇത് പേർഷ്യൻ. അപ്പൊ ഇതില് കേറി വരുമ്പോ തന്നെ ഇതുപോലത്തെ വാർഡ്റൂം, ഐ മീൻ ഒരു കൗണ്ടറും അതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു പേർഷ്യൻ തീമിൽ ചെയ്തിരിക്കുന്ന. ലൈറ്റിംഗ് എല്ലായിടത്തും വളരെ മിനിമൽ ആണ്, കാരണം ലവ് ഹോട്ടലാണ്. ലവ് വരണമെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്, വരണം. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലവ് എന്താ പറയുന്നത്, അങ്ങ് പീക്കിലായിട്ട് തിരിച്ചു പോകാൻ പാടുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ആ ടൈമിൽ എല്ലാവർക്കും എല്ലാവരോടും ലവ് ഉണ്ട്. ഈ 15 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് ലവ് സസ്റ്റെയിൻ ചെയ്യാനാണ് പാട്. റൂം ടൂർ ചെയ്യട്ടെ. അപ്പൊ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഇതൊക്കെ വലിയ വാർഡ്രോബാണ്. ഓക്കെ, ഇതൊന്നും അല്ല സംഭവം. കണ്ണാടി ഇല്ല അല്ലേ? അതായിരിക്കും, ജഡ്ജ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഭംഗി. ഓക്കെ, എന്റെ കണ്ണിൽ കൂടെ നിന്റെ ഭംഗി കാണും, ഞാൻ നിന്റെ കണ്ണിൽ കൂടെ എന്റെ ഭംഗി കാണാം. അപ്പോഴാണ് ശരിക്കും എക്സ്പ്രഷൻ വരുന്നത്. ഇതിനെയായിരുന്നു ഞാൻ കെട്ടിയത്. അപ്പൊ ഇതേ വലിയൊരു ബെഡ്റൂം ഉണ്ട്, വലിയ ബെഡാണ്. ഓ, അതില് ബാക്കിലൊരു പേർഷ്യൻ തീമിലൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല വേദുവിന്റെ ഫേവറേറ്റ്, അതാണ് ഞങ്ങൾ ന്യൂ ടാപ്പ്. ഒരു കീട്ടിലൻ ജക്കൂസി ഉണ്ട് ഇവിടെ കേട്ടാ, ഒന്ന് നോക്ക്. ബാക്കില് ഒരു പേർഷ്യൻ ലേഡി കുളിക്കുന്ന പോലെ. എന്ത് കുളിക്കുന്നവ? ഓക്കെ, ഹെൽത്തോസ് ഉണ്ടെന്ന്. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു സോന റൂമും ഉണ്ട്, അത്യാവശ്യം വലിയ ഒരു ബാത്റൂമും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയി, ചൂട് കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി കുളിക്കും കേട്ടാ. ഫ്രഷ് ആയിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് ഗൈസ്, അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പോയി കുളിച്ചു. എന്തൊരു ചൂടാണെന്നറിയോ. അതിൻ്റെ പ്രിയം ചെയ്തും കുറച്ച് റൂമിലിരുന്ന് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സ്റ്റാഫിന് വേണ്ടിയും ശില്പയ്ക്ക് വേണ്ടി, നമ്മുടെ നെയ്ബേഴ്സിന് വേണ്ടിയും മമ്മിക്ക് വേണ്ടിയൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ ലാസ്റ്റ് ഡേ അല്ലേ, അതിനുവേണ്ടി ഇവിടെ അടുത്ത് സൈകോം സെൻറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു മോളുണ്ട്. അവിടെ നമ്മുടെ ലുല്ലു പോലത്തെ ഒരു മാർട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങോട്ട് പോവാണ്. ഈ ഏരിയ ഒക്കെ നോക്ക്, എന്നോടെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടില്ലേ. രാത്രി ഏരിയയിൽ ഞങ്ങൾ വരുന്നുണ്ട്, ഭയങ്കര അടിപൊളിയായിരിക്കും. അതല്ലാതെ ഇത് അവരുടെ സിറ്റി ഹാളാണ്, എല്ലാം സൂപ്പറാണ്. ചൂട് മാത്രം ഇതാണ് ആ ഒരു മോള് പോലത്തെ. എന്തൊരു വലിയ സിറ്റി ഇത്. ഈ ഏരിയ ആണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് 1 തന്നെ താമസിക്കുക. കുറച്ച് റേറ്റ് കൂടിയാലും ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. നമ്മുടെ നെയ്ബേഴ്സും സ്റ്റാഫിന് വേണ്ടി ഞാൻ ഈ ചോക്ലേറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, കാരണം അതൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടുമല്ലോ. എല്ലാം നമുക്ക് ഈ വിയറ്റ്നാമീസ്, ജാപ്പനീസ്,
അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ സ്നാക്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ കോമൺ ആയിട്ട് നാട്ടിൽ കിട്ടില്ലല്ലോ. സോ ഇതൊരു ലോഡുണ്ട്. ഈ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്ക് പെർഫ്യൂം വാങ്ങണം, മമ്മിക്ക് ബാഗ് വാങ്ങണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. കണ്ട് വന്ന് കുറേ സ്നാക്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രൈഡ് ബീഫും ഡ്രൈഡ് ചിക്കനും എടുത്തിട്ടുണ്ട്. പ്രിയക്ക് ബബിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെല്ലീസ്, ഉണ്ടാക്കുന്ന ജെല്ലീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്നാക്സ് ഒന്നും ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങാതെ ഇതുപോലത്തെ ഒത്തന്റിക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവാം. ഇതൊക്കെ നമുക്കും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളായിരിക്കും. ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കംപ്ലീറ്റ് ഇതുപോലെ ഇലക്ട്രിക് കാറുകൾ. ഈ വിൻഫാസ്റ്റിൻ്റെ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഇതിലേക്ക് വരുന്നുണ്ട്. ഫുൾ ഇലക്ട്രിക് കാർസ് ആണ് ഇവിടെ മൊത്തം ടാക്സി ഓടുന്നത്. എനിക്കൊന്ന് ഗവൺമെൻറ് ആയിട്ട് വല്ല ടൈ അപ്പ് ആയി കാണും. അപ്പോൾ അതിൻ്റെ അർത്ഥം കിലോമീറ്റേഴ്സ്, ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് ഓടിയാൽ പോലും കംപ്ലയിൻറ്റ്സ് വരില്ല. അല്ലെങ്കിൽ ടാക്സി ആയിട്ട് ഓടാൻ പറ്റില്ലല്ലോ. ടോട്ടല് സംഭവമല്ലേ പറയാ, യുണീക്ക് അല്ലേ, ഭയങ്കര അടിപൊളിയല്ലേ. മെയിൻ തിങ് ലൊക്കേഷനാണ്. എനിക്ക് ആദ്യം ഇവിടെ വന്നാൽ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇവിടെ ബെൻറ്റ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ടീഷർട്ട്സ് വാങ്ങിയായിരുന്നു അവിടുന്ന്. ഭയങ്കര ക്വാളിറ്റി. ആദ്യമേ അവിടെ പോയി ടീഷർട്ട്സ് വാങ്ങാം. അത് കഴിഞ്ഞ് ഞാൻ കഫേ അപ്പാർട്ട്മെന്റ് എപ്പോഴും പറയാറില്ലേ, എവിടെ അന്തൊക്കെ ആയിട്ട് ഒരു ബിൽഡിംഗ്, അതും എൻ്റെ തൊട്ടടുത്ത്. എല്ലാം വാക്കബിളാ. ഓക്കെ, അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ വലിയ ചൂടില്ലല്ലോ, പ്ലസന്റ് ആയി, വെയിലും ഇല്ല. അത് കാണും. അപ്പൊ ഞാനും കൂടെ അടുത്തേക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഹോട്ടല് തൊട്ടത് നേരെ കാണുന്നതാണ് ബെൻറ്റ മാർക്കറ്റ്. ആ വെള്ള നേരെ കാണുന്ന വെള്ള ബിൽഡിംഗ്. എന്ത് ലൊക്കേഷനാ. ഇതാണ് മെയിൻ റീസൺ വൈ ഐ ടുക്ക് ദിസ് ഹോട്ടൽ. ഈ വന്ന മാർക്കറ്റിന്റെ ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബൈ ആയിട്ട് പേഴ്സണലി തോന്നിയ ടീഷർട്ട്സ് ആണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. ഒരിക്കലും കളറും പോകുന്നില്ല, സ്റ്റിക്കറും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല, ഫാബ്രിക്കും വലിയുന്നുമില്ല. സൂപ്പർ ക്വാളിറ്റി ടീഷർട്ട്സ് ആണ് വിയറ്റ്നാമിൽ. എനിക്ക് കിട്ടി. എനിക്ക് 3 ടീഷർട്ട് വേണമായിരുന്നു. 3 ടീഷർട്ട് ഞാൻ ഹാപ്പി ആയിട്ട് വാങ്ങി. ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ടീഷർട്ടാണ്. ഈ ഏരിയ കൂടെ ഒക്കെ എനിക്ക് നടന്ന് നല്ല ഓർമ്മ. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എക്സിബിഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഫുഡ് മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ അയ്യോ, ഞങ്ങൾ അന്ന് ഇവിടെ വന്നിട്ട് എന്ത് കഷ്ടപ്പെടുന്ന അറിയാം, ദൂരെ റൂം എടുത്തിട്ട്. ഇപ്പൊ നമ്മുടെ റൂം ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് എന്ത് സൗകര്യ. അല്ല, ഓർമ്മ പുതുക്കാൻ ഞാൻ അവരായിട്ടല്ലേ വരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഓർമ്മ പുതുക്കിയിട്ട് ഇനി അവരായിട്ട് ഒന്നും കൂടെ വന്ന് ഓർമ്മ റീലിവ് ചെയ്യും. അതാണ് പ്ലാൻ. സോ ഇവിടെ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നേരെ പോയിട്ട് ഡെഡ് എൻഡ് എത്തിയിട്ട് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഫേ അപ്പാർട്ട്മെന്റും ഇവിടുത്തെ വിയറ്റ്നാമിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ട്രീറ്റും ആണത്. ഏറ്റവും ഒരു പോഷ് ഷോപ്പിംഗ് സെന്റർ ആണ്. നമ്മൾ താമസിക്കുന്ന ഡിസ്ട്രിക്ട് 1-ലാണ്. ഹനോയിൽ നിങ്ങൾ ഹോച്ചിമിനിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് 1-ൽ താമസിക്കുക. ഇത് നമ്മുടെ എല്ലാ ബ്രാൻഡ്സും സംഭവങ്ങളും ഉണ്ട്. അത്യാവശ്യമാണ്. ബ്രാൻഡ്സിനല്ല, AC കൊള്ളണമെങ്കിൽ അകത്ത് കയറാൻ പറ്റിയാണ് സൈഗോൺ സെൻറ്റർ. ഞങ്ങൾ പോകുന്നത് നമ്മുടെ കഫേ അപ്പാർട്ട്മെൻറ്റ് തപ്പിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മൾ അവിടം വരെ എത്തില്ല കേട്ടാ. ദാഹിച്ച് തലറിങ്ങി വീഴും. ഇത് പറയോ വിയറ്റ്നാമാന്ന്. ഇതാണ് എൻ്റെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം വിയറ്റ്നാമിലെ, ഹോച്ചിമിനിലെ. സൂപ്പർ അല്ലേ? ഇത് മൊത്തം ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ്. ഇവിടെ ഇപ്പം ഉണ്ടല്ലോ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. നമുക്കാരെ അറിയില്ല. ദേ അവിടെ കണ്ട. ഓ, പ്രിയനെ ചിലപ്പോ അറിയാൻ പറ്റുമായിരിക്കും. ബാലഗണപതിയൊക്കെ കണ്ട് ആരാധകരായി കാണും. ഓരോ സെലിബ്രിറ്റീസിനെ ഇവിടെ നിന്ന് ഇറക്കുന്നുണ്ട്. ഒഫീഷ്യൽ അവരുടെ വണ്ടി എനിക്കൊന്ന് BMW ബെൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നത്. ആർക്കൊക്കെയോ തുറന്നു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏതോ സെലിബ്രിറ്റീസ് ആണെന്ന് തോന്നുന്നു കേട്ടാ. സെക്രട്ടറി ഒക്കെ കൂടെ നടക്കുന്നുണ്ട്. സിനിമാക്കാർ വന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ ആ സിനിമയില് മറ്റേ പ്രിയയുടെ കൂടെ സീരിയൽ അഭിനയിച്ചത്. അതെ, ഇറങ്ങുന്നുണ്ട് അടുത്ത ആൾക്കാര്. ഇത് തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആലോചിച്ച് നോക്ക്. മമ്മൂട്ടി, രാജു, ഇന്ദ്രേട്ടൻ, മോഹൻലാലൊക്കെ വന്ന് ഇറങ്ങിയ. ഇവിടെ ആകെ കൂടെ ഇത്ര ആൾക്കാരുണ്ട്. ഇത്ര ഒരു ഫിലിം ഫെസ്റ്റിവൽ ആയിട്ട് നമ്മളും ഉണ്ട്, കുറെ ഫോറിനേഴ്സും ഉണ്ട് വെറുതെ ഫോട്ടോ എടുക്കാനായിട്ട്. ആരാധന എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടില് തന്നെ. ഓ, ഫിലിം ഫെസ്റ്റിവലിന്റെ സ്ക്രീനിങ് ഇവിടെ വരെ കാണിക്കുന്നു. ആൾക്കാർ ഇവിടെ ഇരുന്നൊക്കെ കാണുന്നുണ്ട്. ഇതൊരു ഭയങ്കര സംഭവം. ഹോച്ചിമിന്റെ നടുക്ക്, ലൈക് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലെ ഡിസ്ട്രിക്ട് 1-ല് ഇത്ര ഏരിയ അവര് ലെഷറിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. സംഭവം അല്ലേ? നമ്മുടെ MG റോഡ് മൊത്തം ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ആണെങ്കിൽ ആലോചിച്ച് നോക്ക്. അതെ, ഭയങ്കര ക്ലീൻ. അതെ പറഞ്ഞ വിയറ്റ്നാം അന്നേ പറയില്ല. ഇത് സോ ബ്യൂട്ടിഫുൾ പ്ലേസസ്. നോക്ക്, ബിൽഡിങ്സും കഫേസും എന്റർടൈൻമെന്റ് ഉള്ള എല്ലാം ഉണ്ട് ഇവിടെ. മേളി നോക്ക്, ഇത് മൊത്തം കഫേ അപ്പാർട്ട്മെന്റ്സാ. എല്ലാം കഫേസാ. ഇത് മൊത്തം അടിപൊളിയല്ലേ? പഴയ ഫ്ലാറ്റ് റിനോവേറ്റ് ചെയ്യാതെ കഫേസിന് കൊടുത്തിരിക്കുക. ഒറ്റ ആൾ താമസം ഇല്ല. അടിയിൽ ബുക്ക് സ്റ്റോറും മേളിലും മൊത്തം കഫേസ്.
അപ്പൊ മനസ്സിലായി ഞാൻ എന്തിനാ ഹോച്ചിമിനെ കൊണ്ടുവന്നേന്ന്. കേറി പോകുമ്പോ പറയോ പോഷ് കഫേസ് സ്ഥലമാണ്, പഴയ ബിൽഡിംഗ്, ഇവിടെ ഒന്നും അവരൊന്നും ചെയ്തിട്ടില്ല, അതാണ് ഇതിന്റെ ചാമും. ടൂ വീലർ ഇപ്പൊ വേദന അടിച്ച് ചേർപ്പിക്കും. ഇവിടെ വരെ ശരിക്കും പഴഞ്ചൻ സംഭവം പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് വന്ന സ്ഥലത്ത് തന്നെ കയറാമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ വന്നപ്പോ ഇവിടെ തന്നെയാ വന്നത്, ഈ സെയിം കഫേയില്. പിന്നെ ഞങ്ങള് വരാത്ത സ്ഥലമുണ്ടോ? ഇവിടുത്തെ ഡോണറ്റ്സ് ഉണ്ടല്ലോ, എന്ത് സുഖമല്ലേ. അന്ന് AC തണുപ്പ് നോക്കി ഞങ്ങള് കയറിയ. ഇത്രയും പ്രേമിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്ത് സുഖം, നല്ല ഇന്റീരിയേഴ്സ് അല്ലേ, നല്ല മണമില്ലേ. എനിക്കത് ഞങ്ങൾ അന്ന് കഴിച്ചത് ഡോണറ്റ്സ്, 2 ഡോണറ്റ് ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. എന്റെ ഫോട്ടോ ഇപ്പോഴും ഞങ്ങൾ ഇതിലുണ്ട്. ഇത് കണ്ട വേദുവിന് ഇതില് എന്ത് ചെയ്യണം അറിയോ പറയാ, ഇത് മാഷ്മല്ലോ ഡോണറ്റാ. ഓക്കെ, വേദുവിന് ചോക്ലേറ്റ് ഡോണറ്റ് ഉണ്ട്, പക്ഷെ വേദു ഇതിൽ ഇഞ്ചക്ഷൻ ചെയ്ത് ചോക്ലേറ്റ് ഇഞ്ചക്ട് ചെയ്യണം. ഇങ്ങനെ എന്റെ മേത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഫുൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. ഇത് വേദുവിന്റെ ചോക്ലേറ്റ് ഡോണറ്റ്, ഇത് അമ്മയുടെ മാഷ്മെല്ലോ ഡോണറ്റ്. ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് ഇതിന്റെ അകത്ത് ചോക്ലേറ്റ് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ പറയാ, ഫുൾ മാഷ്മെല്ലോ മുകളില്. എങ്ങോട്ടാ എടുക്കുന്നേ? ഞാൻ ടേസ്റ്റിംഗ് നോക്കട്ടെ. ഓ, മുകളില് റോസ്റ്റഡ് ടോസ്റ്റഡ് കാഷ് മാഷ്മെല്ലോ, അകത്തെ ചോക്ലേറ്റ്, ഏറ്റവും അടിയിൽ പ്യോർ ഡോണറ്റ്. ഏത് ഇഞ്ചക്ഷൻ ചെയ്ത്? ഇവിടുത്തെ ഒരു ഫ്ലോറിലുണ്ടല്ലോ ഒരു കഫേ ഉണ്ട്, എഗ് കോഫി കിട്ടുന്ന, ബെസ്റ്റ് എഗ് കോഫി കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി ഹനായി പോയി കുടിച്ചല്ലോ, കൊച്ചുമില്ലിലെ ബെസ്റ്റ് എഗ് കോഫി കിട്ടുന്ന. അവിടെ ഞങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഹാപ്പി ഫാമിലിന്ന് ടാഗ് ചെയ്തത്. ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിലാണ്. പോണോ? വെളിയിൽ ഇറങ്ങാം അല്ലേ? 3D സ്ക്രീൻ മറ്റേ വെളി വരുന്നത് അതായത് കൊള്ളാലോ. എന്നാലും കൊക്കക്കോളയൊക്കെ തെറിച്ചു വരും സംഭവം അല്ലേ. പൂച്ചമിൽ നല്ല വൈബാ. ജപ്പാനിലായിരുന്നു ആദ്യം, ജപ്പാനിൽ കുറെ സ്ഥലത്തുണ്ട്, ഈ സൈഡിലും ഉണ്ട്. കാര്യം ചെയ്യും, ഈ പൈസ കൊണ്ടുപോയി അവരുടെ താഴത്തെ ബോക്സിലിട്, അവരനങ്ങും. ഓ എന്നാ, ഓ എന്താ പേടിക്കുന്ന, ഇത്ര ആൾക്കാരില്ലേ? മാരിയോ നടക്കുന്നുണ്ട്, ചൈന മാരിയോ. ഇപ്പൊ എന്താ പറ്റതേ നോക്കാലോ. ഇട് അനങ്ങിയില്ലല്ലോ. പറ്റിച്ചതാ നമ്മളെ, പറ്റിച്ചതാ. ഇത് മൈലോ ചലഞ്ച് ആണ്. അവർ സെറ്റ് ചെയ്യുന്ന സ്പീഡില്, സെറ്റ് ചെയ്യുന്ന ടൈം ഓടിയാ ലാസ്റ്റ് അവരൊരു മൈലോ തരും കുടിക്കാൻ. ഓ, പ്രിയക്ക് വേദു ഓടുവോ? പ്രിയക്ക് ഏറ്റവും പറ്റിയ സൗകര്യം എന്താ അറിയോ? നേരെ ഇതിലേക്കും കയറാം, ഡോർ തുറന്നിട്ടിരിക്കുക, സുഖമായിട്ട് പറ്റും. എനിക്ക് മൈലോ വേണ്ട. പ്രിയ, ആ ബാക്കിലത്തെ ഫുഡ് കൗണ്ടറിന്റെ പേര് നോക്ക്, തേണ്ടീന്ന്. എപ്പോഴും ഇവിടെ ഇങ്ങനെ, ഞങ്ങൾ കഴിഞ്ഞോടെ വന്നപ്പോൾ ഇതുപോലെയായിരുന്നു, ഒരു ടെമ്പററി ഫുഡ് കോർട്ട് വെച്ച് വെറുതെ ആൾക്കാർ ഇങ്ങനെ ഫുൾ ടൈം കഴിച്ചോണ്ടിരിക്കും. ചെമ്മീൻ്റെ ഒക്കെ സൈസ് നോക്ക്, ഗ്രിൽഡ് ചെമ്മീൻ ഒക്കെ കണ്ടിട്ട് കുഴപ്പമില്ല. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലതാ. പീച്ചസ്, എനിക്ക് തോന്നുന്ന പീച്ച് ആയിരിക്കും നല്ലത്. സ്ട്രോബെറി ഉണ്ട്, കുറെ ഫ്രൂട്ട്സിന്റെ സംഭവങ്ങളുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് അതൊന്നും ട്രൈ ചെയ്യണ്ട. എന്നാ ട്രൈ ചെയ്തോ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചെത്തി ഞങ്ങളുടെ ഹോട്ടലിൽ. പക്ഷെ ഹോട്ടലിലല്ല ഞാൻ പോകുന്നത്, നേരെ എൻ്റെ ഓപ്പോസിറ്റ് ഈ റൂട്ട്സ് ഹൗസ് എന്ന് പറഞ്ഞ ടേസ്റ്റ് ഓഫ് വിയറ്റ്നാം, ഏറ്റവും നല്ലൊരു വിയറ്റ്നാം ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമെന്നാണ് കേട്ടത്. അപ്പോൾ ഫേം കൂടെ കഴിക്കാം ലാസ്റ്റ് ഡേ ആയിട്ട്. ബാ കറിക്കോ. ഫൈനൽ മീൽ ഇൻ വിയറ്റ്നാം, ഗുഡ് ബിഗ് ഹ്യൂജ് ബോൾ ഓഫ് ഫേം. സോ ഇതിൽ എല്ലാ കട്ട്സ് ഓഫ് ബീഫും ഉണ്ട്, ചില പോക്കിൻ്റെ കട്ട്സും ഉണ്ട്, ലോട്ട്സ് ഓഫ് വെജിറ്റബിൾ. അതിൻ്റെ കൂടെ വീണ്ടും അവർ പച്ചക്കറി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് തന്നെ ധാരാളം. ഇത് കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ മിഷ്ലിൻ സ്റ്റാൻഡ് അത്രയൊന്നും വരില്ലെങ്കിലും ഇത് കഴിച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ നൈസസ്റ്റ് പോവാണ്. ബ്രോത്ത് ഭയങ്കര ഫ്ലേവറാണ്, പക്ഷെ മീറ്റ് മറ്റേ അവിടുത്തെയാണ് മച്ച് ബെറ്റർ. ആക്ച്വലി ഡ്രൈ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഗ്രേവിയും സൂപ്പും ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ആകെ കൂടെ ഇഷ്ടമുള്ളത് ഇപ്പോൾ റാമനും പോവുക.
പ്രിയ കഴിക്കുന്നത് കാണിക്കാത്തത്. പ്രിയ ഒരു റൈസും പോർക്കിനെ പറഞ്ഞ അത് എരിഞ്ഞ് പ്രിയയുടെ ഊപ്പാടാണ്, അതിലൂടെ ചൂടും എല്ലാം കൂടെ ഇതായി. എന്നിട്ടും വിശപ്പ് മാറാതെ ഇപ്പൊ കുറച്ച് ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും ഒരു ഫ്രൈഡ് എഗും. എന്താ അത്ര എരിവൊന്നുമില്ല കേട്ടല്ല. ഞാൻ കഴിച്ചു. നമ്മുടെ നാട്ടിലത്തെ ഒരു 3 അച്ചാറിന്റെ ഒരു സ്പൂൺ കഴിക്കുന്നതാണ് ഇവരുടെ ഒരു ഡ്രോപ്പ്. ഭയങ്കര എരിവായിരുന്നു. ഞാൻ അത് എന്റെ റാമനിൽ ഇട്ടായിരുന്നു. അല്ല, കൺക്ലൂഷൻ ഡേ ഇന്ന് പോകുന്ന അന്നാ എടുക്കുന്നത്. ഇനി പോകുന്നൊന്നും വ്ളോഗ് ചെയ്യാൻ വയ്യ, അത്ര എക്സോസ്റ്റഡ് ആയി. പക്ഷേ നമ്മുടെ ഓൾമോസ്റ്റ് വൺ ട്രിപ്പ് തൈവാൻ ആൻഡ് വിയറ്റ്നാം എങ്ങനെയുണ്ടായിരുന്നു? പെട്ടെന്ന് കഴിഞ്ഞു. തൈവാൻ വാസ് ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി എക്സ്പെക്ട്. നമ്മൾ ഒട്ടും ഒരു ഫാമിലി ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻ അല്ലാന്നൊക്കെ വിചാരിച്ചിട്ട് പോയത്. ടു സൂപ്പർ തൈവാൻ. വിയറ്റ്നാം പിന്നെ ആസ് യൂഷ്വൽ ഒരു വൈബാണ്. പക്ഷേ ഐ ഫീൽ പീപ്പിൾ ആർ മോർ ഫ്രണ്ട്ലി ഇൻ തായ്ലൻഡ് ആൻഡ് ബാലി ദാൻ വിയറ്റ്നാം. ബാലി ആൻഡ് കൊറിയ ദാൻ വിയറ്റ്നാം. ഇവിടെ ആക്ച്വലി ഇപ്പം എനിക്കൊന്ന് ഇന്ത്യൻസിനോട് കുറച്ച് റൂഡായിട്ടുണ്ട് അവർ. കാരണം അവരോട് കുറേ പേര് പറഞ്ഞു വൈ ആർ മെനി ഇന്ത്യൻസ് കമ്മിങ് ഇയർ എന്ന് കുറേ ഷോപ്പ് കീപ്പേഴ്സ് പറഞ്ഞു. ആ സമയത്ത് ഹോട്ടലുകാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, മസാജൊക്കെ നോക്കിയാൽ. പക്ഷെ കടക്കാരേക്കൊന്നും ഭയങ്കര ബാർഗനിങ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നാട്ടിൽ പോയി കുറേ സംഭവങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആനിവേഴ്സറി വരുന്നുണ്ട്. അതിന് മുമ്പ് വേറെ ഒരു വലിയ സാധനം വരുന്നുണ്ട്. ഷോപ്പിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാസമാണ്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. അമ്മ എന്നോട് പറഞ്ഞ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് എനിക്ക്. നോക്കാം, ചിലപ്പോ വേറെ പെണ്ണിനെ വല്ല ആലോചിച്ച് വെച്ച് കാണും എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.